അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ മാഊനിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സൂറത്തുൽ മാഊനിലെ 2 ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായി. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ, പാരത്രിക രക്ഷാശിക്ഷകളെ തള്ളിപ്പറയുന്നവനെ, കളവാക്കുന്നവനെ നീ കണ്ടുവോ? ഫദാലിക്കല്ലദീ യദുഉൽ യതീം, അനാഥയെ ആട്ടി അകറ്റുന്നവനാണ് അവൻ. ഇനി അതിന്റെ 2ാമത്തെ ഭാഗത്തേക്ക് കടക്കാൻ പോവാണ്. ഖുർആനിൽ ഉടനീളം അല്ലാഹു തആല അനാഥ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ നിസായിൽ, അതുപോലെ സൂറത്തുൽ ബഖറയിൽ പലയിടങ്ങളിലായിട്ട് അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിരന്തരം ഖുർആൻ വാദിച്ച് അത് നടപ്പിൽ വരുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിനാൽ അനാഥ സംരക്ഷണത്തിന്റെ ഇസ്ലാമിക വീക്ഷണം വിശദമായിട്ട് നാം പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം അല്പം നിരൂപണ ബുദ്ധിയ ചില കാര്യങ്ങൾ കൂടി ആലോചിക്കണം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനമുണ്ടല്ലോ, യത്തീം ഖാന എന്ന സംവിധാനം. അത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ ശൈലിയാണോ? പൂർണ്ണമായും അതിനെ തള്ളിപ്പറയാൻ നമുക്ക് സാധ്യമല്ല. കാരണം വളരെ മഹത്തായ സേവനമാണ് അതുവഴി നടക്കുന്നത്. എന്നാൽ അത് ഇസ്ലാമികമായ ഒരു ശൈലിയാണോ എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. പ്രവാചക കാലത്ത് ധാരാളം അനാഥ മക്കളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് യുദ്ധ സാഹചര്യങ്ങളിൽ അനാഥരാക്കപ്പെട്ടവർ. ഉഹദ് യുദ്ധത്തിൽ 70 സ്വഹാബിമാര് ശുഹദാക്കളായി. അവരുടെ മക്കൾ പലരും അനാഥകളായി ഉണ്ടായി. അതിനെ തുടർന്നാണല്ലോ സൂറത്തുൽ നിസ അവതരിക്കുന്നത്. അപ്പോ അന്നത്തെ കാലത്ത് എങ്ങനെയാണ് അനാഥകളെ സംരക്ഷിച്ചിരുന്നത്? വിശ്വാസികൾ അവരെ സ്വന്തം മക്കളോടൊപ്പം വളർത്തി രൂപപ്പെടുത്താൻ ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞാൽ സ്വന്തം വീടിന്റെ അന്തരീക്ഷത്തിൽ തന്നെ അവർക്ക് വളരാൻ അവസരം നൽകുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അത് നാം പഠിക്കേണ്ട ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ അനാഥശാലകളിലേക്ക് നമ്മൾ മക്കളെ അയക്കുമ്പോൾ വാപ്പയില്ലാത്ത കുട്ടിക്ക് ഉമ്മയുടെ സാമീപ്യവും നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്? ആലോചിച്ച് നോക്കൂ. ഗുണകരമായ മറ്റു പല വശങ്ങളും അതിൽ ഉണ്ടായിരിക്കും. കാരണം മാതാവിന്റെ സംരക്ഷണത്തിൽ കുട്ടിക്ക് ഒരുപക്ഷെ വേണ്ടത്ര മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കില്ല. അപ്പോൾ അനാഥാലയത്തിലാകുമ്പോൾ അവിടെ കുട്ടി വളർന്നോളും എന്നൊക്കെയുള്ള ചിന്താഗതി ഉണ്ട്. എന്നാലും അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ പിതാവ് നഷ്ടപ്പെട്ട കുട്ടിക്ക് മാതൃ സാന്നിധ്യവും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിനാൽ തീർച്ചയായും ഒരു വീണ്ടും വിചാരം അനിവാര്യമായ കാര്യമാണ് അനാഥ സംരക്ഷണം. നമുക്കിനി അടുത്ത ആയത്തിലേക്ക് കടക്കാം. വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ, ഈ ദീനിനെ തള്ളിപ്പറയുന്ന ആളുടെ മറ്റൊരു ലക്ഷണം. വലാ ഇല്ല, വലാ ഇല്ല താനും, ഹല്ല യഹുല്ലു പ്രേരിപ്പിച്ചു, ഹല്ല യഹുല്ലു കഴിഞ്ഞ ആയത്തിൽ പഠിച്ചില്ലേ, ദഅ യദഉ, അതേപോലുള്ള വാക്കാണ് ഹല്ല യഹുല്ലു. ഹല്ല പ്രേരിപ്പിച്ചു, യഹുല്ലു പ്രേരിപ്പിക്കുന്നു. വലാ യഹുല്ലു അവൻ പ്രേരിപ്പിക്കുന്നില്ല. അലാ ത്വആമിൽ മിസ്കീൻ, അല മേൽ എന്നാണ് പൊതുവെ അർത്ഥം പറയുക. നേരത്തെ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പഠിച്ചില്ലേ, അലൈഹിം പഠിച്ചാണ്. അല മേൽ, ത്വആം ഭക്ഷണം, ത്വആം ഭക്ഷണം. അതിന്റെ ജമ്മ് ബഹുവചനം അത്വഇമ എന്നാണ്. ത്വആം ജമ്മ് അത്വഇമ ഭക്ഷണങ്ങൾ. വലാ യഹുല്ലു അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. അലാ ത്വആം ഭക്ഷണ കാര്യത്തിൽ, അൽ മിസ്കീൻ അഗതിയുടെ, അഗതിയുടെ ഭക്ഷണ കാര്യത്തിൽ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. മിസ്കീൻ അഗതി, അതിന്റെ ജംഅ് മസാക്കീൻ എന്നാണ്. മിസ്കീൻ ജംഅ് മസാക്കീൻ, അഗതികൾ എന്ന് അർത്ഥം വരും. വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ, അഗതിയുടെ ഭക്ഷണ കാര്യത്തിൽ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. ഇതില് 2 ഘടകങ്ങളുണ്ട് ഈ ആയത്തിൽ. ഒന്ന് അഗതിയുടെ ഭക്ഷണം, മറ്റൊന്ന് പ്രേരണ നൽകുക എന്നതാണ്. അഗതിയുടെ ഭക്ഷണം എന്നാണ് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം.
തആമുൽ മിസ്കീൻ. ഇത്ആമുൽ മിസ്കീൻ എന്നല്ല. ഇത്ആമുൽ മിസ്കീൻ എന്നായിരുന്നെങ്കിൽ അഗതിക്ക് ഭക്ഷണം നൽകൽ എന്നായിരിക്കും. എന്നാൽ അഗതിയുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം? അഗതിക്ക് അവകാശപ്പെട്ട ഭക്ഷണം. അത് ആരുടെ കൈവശമുള്ളത്? അത് നമ്മുടെ കൈവശമാണുള്ളത്. അഗതികളല്ലാത്ത സാമ്പത്തിക ശേഷിയുള്ള നമ്മുടെ കൈവശമാണ് അഗതിയുടെ ഭക്ഷണം അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് വലിയൊരു ആശയമാണ്. നമ്മുടെ സമ്പത്തിൽ അഗതിയുടെ അവകാശമുണ്ട് എന്നർത്ഥം. വഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം. സൂറത്തു ദാരിയാത്ത് 19-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് മുത്തഖിയുടെ ഗുണം പറയുമ്പോൾ. വഫീ അംവാലിഹിം, മുത്തഖികളുടെ സമ്പത്തുക്കളിൽ ഉണ്ട്, ഹഖ്ഖുൻ അവകാശമുണ്ട്, ലിസ്സാഇലി വൽ മഹ്റൂം സാഇൽ ചോദിച്ചു വരുന്നവന്, വൽ മഹ്റൂം അവകാശം നിഷേധിക്കപ്പെട്ടവനും ഒരു അവകാശമുണ്ട്, അയാളുടെ ഒരു ഓഹരിയുണ്ട് എന്ന് പറയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പാദ്യം ഉണ്ടല്ലോ, ഒരു മാസം ഒരാൾക്ക് കിട്ടുന്ന വരുമാനത്തില് നമുക്ക് കൃത്യമായ ഒരു ചെലവിന്റെ രീതി ഉണ്ടാവും. വീട്ടിലേക്ക് റേഷൻ വാങ്ങിക്കണം, അതുപോലെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട്, ചികിത്സയുമായി ബന്ധപ്പെട്ട്, യാത്രയുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ വ്യത്യസ്തമായ ടൈറ്റിലിൽ നമ്മൾ ആ ചെലവുകൾ കൃത്യമായിട്ട് എഴുതില്ലേ? തീർച്ചയായും ആ കൂട്ടത്തിൽ ഒരു മാസത്തെ നമ്മുടെ ചെലവില് അഗതിയുടെ ഭക്ഷണം എന്നൊരു ടൈറ്റിൽ കൂടി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. തആമുൽ മിസ്കീൻ, അഗതിയുടെ ഭക്ഷണം. അപ്പൊ അഗതിയുടെ ഭക്ഷണം നമ്മുടെ കൈവശമാണുള്ളത്, അത് നാം അവർക്ക് നൽകണം എന്നുള്ളതാണ്. അത് അയാളുടെ അവകാശമാണ്, നമ്മുടെ ഔദാര്യമല്ല. ഏതുപോലെ? സക്കാത്തിന്റെ അവകാശികൾ പോലെ തന്നെ സക്കാത്ത് ദരിദ്രന്റെ അവകാശമാണ്, അല്ലാതെ സമ്പന്നന്റെ ഔദാര്യമല്ല എന്ന് പറയാറില്ലേ? അതേ ശൈലിയിൽ തന്നെ ഇതിനെ കാണണം. അല്ലാഹു നമ്മുടെ കയ്യിൽ വിഭവങ്ങൾ ഏൽപ്പിച്ചത് നമ്മുടെ സഹജീവികളുടെ അവകാശം എന്ന നിലക്കാണ്. അതുകൊണ്ട് അവരുമായിട്ടത് പങ്കുവെക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആശയത്തിലുള്ള ഹദീസുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകിയത് നിങ്ങളിലെ ദുർബലന്മാർക്ക് വേണ്ടിയാണ് എന്ന ശൈലിയിൽ ഉള്ള ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ചിലരേക്കാൾ അള്ളാഹു ദർജകളിൽ ഉയർത്തിയിരിക്കുന്നത് ആ ഉദ്ദേശത്തിലാണ്. സൂറത്തുൽ അൻആമിലെ അവസാനത്തെ വചനത്തിൽ അള്ളാഹു തആല അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാ? നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അതിനാൽ അഗതിയുടെ ഭക്ഷണം എന്ന നിലക്ക് ഒരു വിഹിതം അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു, അത് അവർക്ക് നൽകണം. പിന്നെ ഒന്ന്, വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ എന്ന് പറയുമ്പോൾ എന്താണ് ഈ പ്രേരിപ്പിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നൽകണം, പക്ഷെ എല്ലാവർക്കും നൽകാൻ കഴിയണമെന്നില്ല. അപ്പോ പരസ്പരം പ്രേരിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. അങ്ങോട്ടും ഇങ്ങോട്ടും നീ കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കലാണോ? അതല്ല. അതിന് പ്രായോഗികമായ സംവിധാനം ഓരോ നാട്ടിലും, ഇസ്ലാമിക സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നാട്ടിലും ഉണ്ടായിരിക്കണം എന്നുകൂടി അതിന് ആശയമുണ്ട്. റിലീഫ് സംവിധാനങ്ങൾ, സക്കാത്ത് കമ്മിറ്റികൾ, അതുപോലെയൊക്കെയുള്ള പൊതുസമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രൂപത്തിലുള്ള ആശ്വാസ സംവിധാനങ്ങൾ തീർച്ചയായും ഒരു സമൂഹത്തിൽ ഉണ്ടാവണം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സക്കാത്തിന്റെ സംഘടിത സ്വഭാവത്തിന്റെ ഒക്കെ അടിത്തറ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലാ തഹാളൂന അലാ തആമിൽ മിസ്കീൻ, സൂറത്തുൽ ഫജ്റിൽ ഇതേ ആശയം കുറച്ചുകൂടി വ്യാപകമായ രൂപത്തിൽ, പരസ്പരം പ്രേരിപ്പിക്കുന്നില്ല എന്ന രൂപത്തിൽ തന്നെ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ പരസ്പരം ഉത്ബോധനങ്ങൾ ഉണ്ടാവണം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഉള്ളവർ നൽകണം, അത് നൽകി മറ്റുള്ളവർക്ക് മാതൃകയാവണം. അതിനുള്ളൊരു സംവിധാനം സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കണം. അവരിങ്ങനെ കൈനീട്ടി നടക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അങ്ങനെ ഒരാൾ വരുമ്പോ നമ്മുടെ മഹല്ലിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ സംഘടിത സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംവിധാനം കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. താങ്കൾ ഇങ്ങനെ കൈനീട്ടി നടക്കല്ലേ, ഇതാ ഇന്ന് സ്ഥലത്ത് പോയിട്ട് താങ്കളുടെ പ്രശ്നം അവതരിപ്പിക്കും, അവർ പരിഹാരം ഉണ്ടാക്കി തരും. ഇങ്ങനെ മനുഷ്യന്റെ അഭിമാന ബോധം കാത്തു സൂക്ഷിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം എന്നാണ് അവിടെ നാം മനസ്സിലാക്കേണ്ടത്. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, പകുതിയുടെ ഭക്ഷണ കാര്യത്തിൽ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല എന്ന് അല്ലാഹു തആല ഉണർത്താൻ. ഇവിടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ
ഒരു പ്ലേറ്റിൽ ഒരു നേരം ഭക്ഷണം കൊടുക്കുക എന്നതാണോ ഉദ്ദേശം? പലപ്പോഴും നാം അങ്ങനെയൊക്കെ ചിന്തിക്കാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഭക്ഷണത്തിന്റെ പ്രശ്നം മാത്രമല്ല. എന്തുകൊണ്ട് ഭക്ഷണം പറഞ്ഞു? മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യമാണല്ലോ ഭക്ഷണം. അതുകൊണ്ട് അള്ളാഹു ആ വാക്ക് ഉപയോഗിച്ചാണ്. യഥാർത്ഥത്തിൽ അതിന്റെ ആശയം ഒരാൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം നിർവഹിച്ചു കൊടുത്ത് അയാളെ സ്വയം പര്യാപ്തനാക്കി മാറ്റുക എന്നത് തന്നെയാണ് തആമുൽ മിസ്കീൻ. എല്ലാ അഗതികൾക്കും ഭക്ഷണം തന്നെ ആവില്ല വേണ്ടത്. വിദ്യാഭ്യാസം വേണ്ടവരുണ്ടാവും, ചികിത്സ വേണ്ടവരുണ്ടാവും, വീട് വേണ്ടവരുണ്ടാവും. അവരെ ആ നിലക്ക് സാമൂഹികമായിട്ട് വളർത്തിക്കൊണ്ടുവരിക, ഉന്നതമായ പദവികളിലേക്ക്, പൊതുസമൂഹത്തിന്റെ നിലവാരത്തിലേക്ക് അവരെ എത്തിക്കുക എന്നാണ് യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സാമൂഹിക സംവിധാനങ്ങളുടെ പ്രസക്തി കൂടുതൽ നാം പഠിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ടി വരുന്നത്. ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു മഹല്ല് സംവിധാനത്തിൻ്റെയൊക്കെ അനിവാര്യമായ ബാധ്യതയാണ് അനാഥ അഗതി സംരക്ഷണം എന്ന് പറയുന്നത്. അത് വളരെ വ്യവസ്ഥാപിതമായി അവരുടെ അഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നടപ്പിൽ വരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ആയത്തുകളിൽ ദീനിനെ കളവാക്കുന്നവരുടെ 2 ലക്ഷണങ്ങൾ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇത് മുൻനിർത്തിയാണ് നാം ആത്മപരിശോധന നടത്തേണ്ടത്. നമ്മുടെ സഹജീവികളോട് നാം എങ്ങനെ പെരുമാറുന്നു, അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്ന നിലക്ക് അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നിടത്ത് നാം എത്രത്തോളം വിജയിക്കുന്നുണ്ട് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല അവനോടുള്ള ബാധ്യതകളും അവന്റെ സൃഷ്ടികളോടുള്ള അവകാശങ്ങളും നിറവേറ്റുന്ന യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.